ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ കൂണ് കൊണ്ട് കൂൺ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നാടൻ കൂണിന് കടയിൽ നിന്ന് വാങ്ങുന്ന കൂണിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചിക്കൻ കറിയുടെ എല്ലാം ടേസ്റ്റാണ് നാടൻ കൂണിനുള്ളത്. ഈ കൂണ് പറിച്ചെടുത്ത് വൃത്തിയാക്കി കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇതുകൊണ്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായ സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 6 വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. വലിയ സവാളയാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. സാധനം എടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം എടുക്കുക. ഇനി ഇത് ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം. സവാള ഒന്ന് കളറെല്ലാം മാറി വരണം. ആ പാകത്തിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതാ കളറ് മാറി വന്നിട്ടുണ്ട്. സവാളേൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. കളറ് മാറി വരണം. ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തെല്ലാം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ 1.25 ടീസ്പൂൺ പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് പിരിയമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറി നല്ലപോലെ മൂത്ത് വരണം. നല്ലപോലെ പൊടികളെ പച്ചമണം മാറി മൂത്ത് വന്നാലാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കൂണ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് കുറച്ച് ചതച്ച കുരുമുളകും ചേർത്ത് അടച്ച് വെക്കണം. അടച്ച് വെച്ചാൽ മസാല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അടച്ച് വെക്കുന്നത്. കുമില് വെന്തതാണ്. മസാല ഒന്ന് വേവാൻ വേണ്ടി അടച്ച് വെച്ച് ഇനി ഇത് തുറന്ന് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ച് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. തുറന്ന് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെള്ളം ആറിക്കിട്ടും. ഇതിലേക്ക് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ അധികം ചേർത്തിട്ടില്ല. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് എണ്ണ കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ വെള്ളം ആറി കിട്ടുന്ന സമയത്ത് വാങ്ങി വെക്കാം. നല്ല രുചിയുള്ള കൂൺ ഫ്രൈ റെഡിയായി. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.